അപ്പോഴേ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ചോട്ടും മിട്ടും ഒക്കെ പോയതിൻ്റെ ദേഷ്യവും സങ്കടവും ഒക്കെ തീർക്കുവാന്ന് തോന്നുന്നു നമ്മുടെ മിക്കു. കാണിച്ചു കൂട്ടുന്ന കണ്ടോ രാവിലെ അഴിച്ചു വിട്ട്. അപ്പം ഇതുവരെ ഇല്ലാത്ത ശീലമാണ് ഇതൊക്കെ കേട്ടോ. അപ്പം ഇന്ന് വന്ന പത്രമാണ് ആ നുള്ളി കീറിയിട്ടേക്കുന്നത്. ഇതിൻ്റെ കുറ്റക്കാരി പിങ്കുവാണ് കേട്ടോ. എന്നിട്ട് പിങ്കു കാര്യമായിട്ട് ഒഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ മിക്കുവിനെ അവിടെ നിർത്തിക്കൊണ്ട്. ഞാൻ വിചാരിച്ച മിക്കു അടന്നായിരുന്നു കേട്ടോ, വിചാരിച്ചില്ല, കണ്ടായിരുന്നു ഞാൻ. അപ്പോൾ ഞാൻ വന്ന് നോക്കുമ്പോൾ മിക്കു അവിടെ നിൽപ്പുണ്ട്. പക്ഷേ പിങ്കു കടിച്ചു പറിച്ച് ഓടുന്നത് ഞാൻ കണ്ടായിരുന്നു. എങ്ങനെയുണ്ട് ഈ മിക്കുവിന് എന്തോ പറ്റിയെന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. ഇനി ചോട്ടുവിനെയും മിട്ടുവിനെയും കാണാത്തതിന് ദേഷ്യമാണോ, ഇനി അതിൻ്റെ സങ്കടമോ ദേഷ്യമൊക്കെയാണോ ഈ തീർക്കുന്ന നിരത്തിൽ. സാധാരണ ചെരുപ്പൊക്കെ എടുക്കുമ്പം ചെരുപ്പിനെ നോവിക്കാതെ ഏതെങ്കിലും മൂലയ്ക്ക് കൊണ്ടുവന്ന് ഇടുന്നവളാണ് ചെരുപ്പിനെ ഈ ഞണ്ണം കടിച്ച് കീറി ഉപദ്രവിക്കാൻ നോക്കുന്ന കേട്ടോ. മിക്കുവിന് കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട്. എന്തോന്നിപ്പോൾ എങ്ങനെ അറിയുന്നത്? രണ്ടടി കിട്ടാമെങ്കിൽ തീരാവുന്ന കാര്യമേ ഉള്ളൂ ഇത്. പിന്നെ ഞാൻ വിചാരിച്ചു പോട്ടെ, വല്ല സങ്കടമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ അങ്ങ് തീർക്കട്ടെന്ന്. പത്രത്തിൻ്റെ അവസ്ഥ കണ്ടില്ലേ? ഇതിലും ഭേദം റോക്കിയായിരുന്നു. എന്തെങ്കിലും ഒന്ന് വായിക്കാൻ കിട്ടുമായിരുന്നു കേട്ടോ. ഇതൊന്നും കിട്ടത്തില്ല. നോക്കിയാട്ടെ, ഒരക്ഷരം പോലും ഒരു വാർത്ത പോലും മനസ്സിലാവത്തില്ല. ആ രീതിയിലാക്കിയിട്ടുണ്ട് കൊച്ചമ്മമാർ. എനിക്ക് തോന്നുന്നു 3 പേരും ഉണ്ടായിരുന്നു കേട്ടോ. പപ്പിയുണ്ട്. പപ്പി എന്നെ കണ്ടപ്പോഴേ ഞാൻ ഈ ഏരിയയിലൊന്നും ആ സമയത്തില്ലായിരുന്നേ എന്നുള്ള രീതിയിലാണ് എവിടെയോ നടപ്പുണ്ട് കേട്ടോ. ഇവിടെ ഒന്നും ഇല്ല. വേണ്ട ഇതെല്ലാം ചെയ്തേച്ച് പിങ്കുവിൻ്റെ ഭാവം നോക്കിയാട്ടെ. എന്തു അമ്മച്ചി എപ്പോൾ വന്ന് എന്തുകൊണ്ട് വിശേഷം എന്നൊക്കെ ചോദിക്കുന്ന ഒരു രീതിയായിപ്പോയി. അയ്യോ, ആ പത്രം കിടക്കുന്ന ഉണ്ടല്ലോ, കൈ രണ്ടും തല്ലി ഓടിച്ച് ഏതായാലും മൂലക്കിടാൻ തോന്നുന്നു എനിക്ക്. എന്തോ പറയാനാന്ന് പറയാം. ഇന്നുകൂടി ഞാൻ ആ പത്രത്തിൻ്റെ പൈസ അങ്ങോട്ട് എണ്ണയ്ക്ക് കൊടുത്തതേ ഉള്ളൂ. പത്രത്തിന് പൈസ കൊടുത്ത് നമ്മൾ പത്രം എടുത്ത് ഇങ്ങനെ ഞണ്ണ കീറി കളിക്കലായിരുന്നു അവളുമാർക്ക്. അല്ല, റോക്കിക്ക് 2 അടി കൊടുത്ത് ശരിയാക്കി വെച്ചിരുന്നപ്പോൾ ഞാൻ അടുത്ത അവളുമാർ തുടങ്ങിയേക്കുന്നു. മറ്റേ കൊച്ചു ചെറുക്കന്മാർ ഇവിടെ ഉള്ളപ്പോൾ ഇവളുമാർക്കൊന്നും ഒരു അഹങ്കാരവും ഇല്ലായിരുന്നു കേട്ടോ. അവന്മാർ ഈ വീട്ടിൽ നിന്ന് പോയാലും സന്തോഷ പ്രകടനമായിരിക്കുമോ ഇനി? എന്തുമായാലും കൊള്ളാം. 2 ആയാലും 3 പെണ്ണുങ്ങളോട് വല്ലതൊക്കെ ഒപ്പിച്ച് കൂട്ടും ഇനി കേട്ടോ. ഇനി ഞാൻ വടിയെടുത്തേ പറ്റൂ, ഇല്ലെങ്കിൽ ഇവളുമാരെ നന്നാക്കാൻ പറ്റത്തില്ല. മക്കളെ പിരിഞ്ഞതിൻ്റെ സങ്കടം ബെല്ലയ്ക്കും ഇല്ലായിരുന്നു കേട്ടോ. കരച്ചിലും വിളിച്ചു പോലും ഒന്നും ഇല്ലായിരുന്നു. ഇവിടെ എനിക്കും പിള്ളേർക്കും മാത്രമേ ഉള്ളായിരുന്നു സങ്കടം, ചുരുക്കി പറഞ്ഞാൽ. പിന്നെ ഞാൻ നാണ്ട ലച്ചുവിനെയും കൊണ്ട് സ്കൂളിൽ പോവാം കേട്ടോ. രാവിലെ 8:15 ആയപ്പം 8:15 ക്ലാസ് തുടങ്ങും. അതിന് വേണ്ടി പോവാണ്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എക്സാം ആയതുകൊണ്ട് എക്സ്ട്രാ ക്ലാസ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇപ്പം വീണ്ടും ഈ ആഴ്ച മുതൽ 8:15 ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആഷ്മിയും കുളിച്ചൊരുങ്ങി വരുന്നുണ്ട്. അങ്ങനെ സ്കൂളിലെത്തിയപ്പം കുറച്ച് പിള്ളേർ 9ാം ക്ലാസ് തൊട്ടാന്ന് തോന്നുന്നു കേട്ടോ. 9, 10, 11, 12 ക്ലാസ്സിലെ പിള്ളേർക്കാണ് ഈ 8 മണിക്ക് 8:15 എക്സ്ട്രാ ക്ലാസ് ഉള്ളത് കേട്ടോ. ഇന്ന് ഞാൻ എഴുന്നേക്കാനായിട്ട് ഒരു ഇച്ചിരി താമസിച്ചു പോയി കേട്ടോ. അതുകൊണ്ട് ഒരു 2-3 മിനിറ്റ് താമസിച്ചാണ് സ്കൂളിലെത്തിയത്. കുഴപ്പമില്ല, ടീച്ചേഴ്സും കുട്ടികളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ക്ലാസ് തുടങ്ങിയില്ലെന്ന് പറഞ്ഞപ്പോൾ ഒരാശ്വാസം. ഇല്ലെങ്കിൽ അടിക്കും, പ്രിൻസിപ്പൾ വിളിച്ചത് വഴക്ക് പറയും. ഇനി വീണ്ടും അരമണിക്കൂറിനകം വീണ്ടും സ്കൂളിലോട്ട് പോകണം ആഷ്മയെ കൊണ്ടുവിടാനായിട്ട്. അപ്പം ഞാൻ അവർക്ക് സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് മുട്ട എടുക്കുകയാണ് കേട്ടോ. അപ്പം ചപ്പാത്തിയും മുട്ടയാണ് കൊടുത്തു വിടുന്നത്. അപ്പോൾ 2 സൈസ് മുട്ടയുണ്ട്. 2 സൈസ് മുട്ടയും നമുക്ക് കടയിൽ സാധനം വാങ്ങാൻ വരുന്നവർ, നമ്മുടെ റേഷൻ കടയിൽ സാധനം വാങ്ങാൻ വരുന്നവർ കൊണ്ടു തരുന്നതാണ്. നാടൻ മുട്ടയും മറ്റേ ബ്ലോക്ക് മുട്ടയും. നാടൻ മുട്ട ഭയങ്കര ടേസ്റ്റാണ് പൊരിച്ചൊക്കെ കഴിക്കാനായിട്ട് കേട്ടോ. അപ്പം ഞാൻ ഈ പുഴുങ്ങി എടുക്കുമ്പോഴും അല്ലെങ്കിൽ മുറിച്ചൊക്കെ ഉണ്ടാക്കുമ്പം മറ്റേ ബ്ലോക്ക് മുട്ട എടുക്കും. അല്ലാത്ത സ്കൂളിൽ പിള്ളേർക്ക് പൊരിച്ചു കൊണ്ടുപോകാനെങ്കിൽ ഞാൻ നല്ല നാടൻ മുട്ട എടുക്കും കേട്ടോ. കാരണം ഈ ബ്ലോക്ക് മുട്ട പൊരിച്ചുകൊണ്ടുപോകുമ്പോൾ പിള്ളേർക്ക് അധികം വരുന്നുണ്ട്, ഇച്ചിരി വലിപ്പം കൂടുതലായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ചപ്പാത്തിക്ക് വേണ്ടിയിട്ട് ബുർജി ഉണ്ടാക്കുകയാണ് കേട്ടോ. സവാളയും പച്ചമുളകും തക്കാളിയൊക്കെ വഴറ്റി അതിനകത്തോട്ട് ഇച്ചിരി മസാലപ്പൊടി, ഇച്ചിരി മഞ്ഞൾ പൊടിയും മുളക് പൊടി, ഇച്ചിരി ഗരം മസാലപ്പൊടിയും കൂടെ ഇട്ടിട്ട് മുട്ടയും പൊട്ടിച്ച് വെച്ച് തോർത്തി എടുക്കുമ്പോഴത്തേക്കിനും നമ്മുടെ ബുർജി റെഡിയായി. ആഷ്മിയുടെ തലമുടി കെട്ടിക്കെടുക്കുകയാണ് കേട്ടോ അമ്മൂമ്മ. അപ്പം 2 വശം അപ്പം കെട്ടിക്കൊണ്ട് പോകുന്നത്. മറ്റേത് 2 വശമൊന്നും കഴിഞ്ഞ വർഷം കെട്ടാൻ പറ്റത്തില്ലായിരുന്നു. ഒറ്റ സൈഡ് കെട്ടാൻ പറ്റത്തില്ലായിരുന്നു. ഒറ്റ സൈഡ് പിന്നീട് അല്ലെ പൊടിത്തിൽ കെട്ടുക. ഇപ്പം പിന്നെ എങ്ങനെ വേണമെങ്കിലും കെട്ടിക്കൊണ്ട് പോകാമെന്നുള്ള അവസ്ഥയൊക്കെയായി. അപ്പോൾ രാവിലെ ചോറ് വെന്തു, മെഴുക്കുരട്ടി ഉണ്ടല്ലോ, നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്കുരട്ടിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. വേറൊന്നും ഉണ്ടാക്കിയില്ല. പിന്നെ അതുകൊണ്ട് ഞാൻ ചോറ് കൊടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, ഞാനൊരു ഇച്ചിരി താമസിച്ച് എഴുന്നേറ്റത്. അതുകൊണ്ടാണ് ഇന്ന് അവർക്ക് ഉച്ചക്കത്തേക്ക് ഞാൻ ചപ്പാത്തിയും ബുർജിയാണ് കൊടുത്തു വിടുന്നത് കേട്ടോ. അപ്പം ചോറ് വേണമെന്ന് നിർബന്ധം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു കേട്ടോ. ചില പിള്ളേർക്ക് ചോറ് തന്നെ വേണ്ടേ. ഇവിടെ അങ്ങനെ നിർബന്ധം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെയാണ് കൊടുത്തു വിടുന്നത്. അപ്പം ലച്ചുവിനുള്ളതും കൂടെ ആഷ്മിയാണ് കൊണ്ടുവന്നത്. അപ്പം ഞാൻ 2 പേർക്കും ഉള്ള ലഞ്ചും ഒക്കെ എടുത്ത് ബാഗിൽ വെച്ചിട്ട് ആഷ്മിയെ സ്കൂളിൽ കൊണ്ടുവന്ന് വിട്ടു. തിരിച്ച് റേഷൻ കടയിൽ ഇറങ്ങി കേട്ടോ. റേഷൻ കടയിൽ ഇറങ്ങി
അപ്പോൾ ഈ മാസത്തെ കച്ചവടം ഐശ്വര്യമായിട്ട് ഇന്ന് മുതൽ ആരംഭിക്കുകയാണ്. തൂത്തുവാരലും ഒക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. അപ്പം നമ്മുടെ പുതിയ വീട്ടിലേക്കുള്ള നമ്മളെ സ്റ്റീലിൻ്റെ ടാങ്കാണ് കേട്ടോ. അപ്പം ഇന്നലെ വന്നതാണത്. അപ്പോൾ ഇന്നത് വന്ന് നമ്മുടെ ജോലിക്കാർ വന്നത് ഫിറ്റ് ചെയ്യും കേട്ടോ, കടയിൽ നിന്ന് എടുത്ത് മാറ്റും. അപ്പം ഇന്നലെ അവധിയായിരുന്നുകൊണ്ടാണ് അവർ വരാഞ്ഞത്. അങ്ങനെ തന്നെ നമ്മുടെ റേഷൻ കടയിൽ കച്ചവടമൊക്കെ ഇന്ന് തുടങ്ങുകയാണ്. ഇപ്പം നീലക്കാർഡ് ഈ ക്രിസ്തുമസ് ആയതുകൊണ്ട് നീലക്കാർഡുകാർക്ക് 5 കിലോ സ്പെഷ്യൽ അരി, വെള്ളക്കാർഡുകാർക്ക് 10 കിലോ അരി ഉണ്ട് ടോട്ടൽ കേട്ടോ. ഭയങ്കര കച്ചവടമാണ്. എല്ലാവരും വന്ന് അരി മേടിക്കണം. ഇല്ലെങ്കിൽ ഞങ്ങൾ കാശ് കൊടുത്ത് മേടിക്കുന്ന അരി അവിടെ കിടക്കും, നമ്മൾ കാശ് അടയ്ക്കുകയും വേണം. അതുകൊണ്ട് എല്ലാ കാർഡുകാരും അവരവരെ കടയിൽ പോയി അരി മേടിക്കണം കേട്ടോ. ഇങ്ങനെ കുറച്ച് നേരം കടയിലൊക്കെ തങ്ങി തൂങ്ങി നിന്നേച്ച് ഞാൻ നേരെ വീട്ടിലോട്ട് പോയി കേട്ടോ. അവിടെ ചെന്നിട്ട് എനിക്ക് ഉച്ചക്കത്തേക്ക് ഇച്ചിരി പരിപാടിയുണ്ട്, പിന്നെ എനിക്ക് ഒരിടത്തുവരെ പോകാനുണ്ട്. അപ്പം മത്തിയൊക്കെ ഞാൻ ഇന്നലെ കണ്ടിച്ച് വെച്ചിരിക്കുമായിരുന്നു. അപ്പം മത്തിയെ മറുത്തു. അപ്പം മെഴുക്കുരട്ടി ആയിരുന്നല്ലോ. പിന്നെ ഒരു ചെറിയ തക്കാളി രസം കൊണ്ട് വെച്ചിട്ട് ഞാൻ നമ്മുടെ വസ്തു ഒന്ന് നോക്കാൻ പോയിട്ട്, ഇന്നാളെ നമ്മൾ പോച്ച ചെത്തുന്ന ഒരു വീഡിയോ ഇട്ടില്ലേ, അപ്പോൾ അവിടെ പോച്ച കിളിച്ചോ അവിടെ എങ്ങനെയൊക്കെ ഉണ്ട് എന്ന് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പോയി ഒന്ന് നോക്കണ്ടായോ. അതിനുശേഷം പിന്നെ എനിക്ക് ഇന്നാണ് പോകാൻ പറ്റിയത്. അങ്ങനെ ഞാൻ നമ്മുടെ വസ്തുവിലോട്ട് വന്നിട്ടുണ്ട്. അപ്പം പോച്ചയൊന്നും വലുതായിട്ട് കിളിച്ചിട്ടില്ല കേട്ടോ, ഭാഗ്യം. ഏകദേശം 2 മാസമായെന്ന് തോന്നുന്നു പോച്ചയൊക്കെ കെട്ടിയിട്ട്. എന്തായാലും ഭാഗ്യത്തിന് നല്ല രീതിക്ക് കിടപ്പുണ്ട്. അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് കേട്ടോ. അതുകൊണ്ട് കമ്പിളി നാരങ്ങ ഇപ്രാവശ്യം ഞാൻ വെള്ളം ഇറക്കിയിട്ട് പോയതേ ഉള്ളൂ. കമ്പിളി നാരങ്ങ കണ്ടിട്ട് കേട്ടോ. അവിടെ കമ്പിളി നാരങ്ങ പിച്ചാനുള്ള തോട്ടിയില്ലായിരുന്നു, അതുകൊണ്ട് ഈ പ്രാവശ്യം കിട്ടിയില്ല. അടുത്ത പ്രാവശ്യം പോകുമ്പോൾ എങ്ങനെയെങ്കിലും പിച്ചിക്കൊണ്ട് വരണം, നല്ല കമ്പിളി നാരങ്ങ കഴിക്കാനായിട്ട്. 5-6 കാന്താരിമുളകും ഒക്കെ പിച്ചാന്നും പറഞ്ഞായിരുന്നു പോയത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോയിൽ കാണിച്ചില്ലേ, നിറച്ചും കാന്താരിമുളകൊക്കെ നിൽപ്പുണ്ടായിരുന്നേ. പക്ഷേ ഇപ്പം ചെന്നപ്പോൾ ഒന്നുമില്ല. ഉണ്ട് അവിടെ ഇവിടെയൊക്കെ ഞരണ്ട് വിരിഞ്ഞ് കുറേ എണ്ണം നിൽപ്പുണ്ട്. എനിക്ക് തോന്നുന്നു ചൂടായി ഉണ്ടാകുന്ന തണുപ്പായുണ്ടാകുന്നത്, ഏത് സീസണിലാണ് ഇത് നല്ലോണം ഉണ്ടാകുന്നതെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാല്ലോ. അപ്പോൾ എന്തായാലും ഇല്ലായിരുന്നു, ആ പ്രതീക്ഷയും പോയി. അപ്പം നല്ല കടച്ചക്കൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. ഈ കടച്ചക്കൊക്കെ പഴുത്ത് കഴിഞ്ഞാൽ ആരെങ്കിലും പിച്ചിക്കൊണ്ട് പോകത്തേ ഉള്ളൂ. ആ സമയത്തൊന്നും എനിക്ക് വന്ന് എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പം എന്തായാലും ഇപ്പോഴും 2-3 അല്ല കേട്ടോ, 3-4 എണ്ണം വേണ്ട ഇടയ്ക്കിടയ്ക്ക് കാട് കയറി നിൽപ്പുണ്ട്. ഇതൊക്കെ ആരെങ്കിലും കൊണ്ടുപോകത്തേ ഉള്ളൂ. അല്ലെങ്കിൽ അടുത്ത മാസം വരുമ്പോൾ നോക്കട്ടെ, പഴുത്തെങ്കിൽ പിച്ചിക്കൊണ്ട് പോകാം. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ, എൻ്റെ പട്ടികളെ, എൻ്റെ കുട്ടികളെ, എൻ്റെ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ ഒന്ന് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് മറ്റന്നാൾ കാണാം.